എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോലെ. എന്റെ മൊബൈലിൽ നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണല്ലേ നടക്കുന്നത്? നമ്മൾ ഇതുവരെയും നമ്മുടെ മുന്നിൽ കൈകൂപ്പി എത്തിയവരെ കുറിച്ച് പലതും പല കഥകളും കേൾക്കുന്നുണ്ട്. അവസാന ലാപ്പിലേക്ക് നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ വെട്ടിലാക്കിക്കൊണ്ടാണ് പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. എത്രത്തോളം ഇത് വിശ്വാസത്തിലെടുക്കാൻ കഴിയും എന്നറിയില്ല. ഏതായാലും CCTV ദൃശ്യങ്ങളടക്കമുള്ളവ, ഫോണിൽ എടുത്ത ദൃശ്യങ്ങളടക്കമുള്ളവയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ വോട്ട് ലഭിക്കാൻ വേണ്ടി പണം കൊടുത്തു എന്നാണ് പറയുന്നത്. ശോഭാ സുരേന്ദ്രന് വേണ്ടി അല്ലെങ്കിൽ ശോഭയ്ക്കെതിരെ ഇപ്പോൾ നിയമ നടപടി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ശ്രീമതി ശോഭാ സുരേന്ദ്രനോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടമാണ് ഈ ദൃശ്യം പങ്കുവച്ചുകൊണ്ട് രൂക്ഷമായ ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങളുടെ സഹപ്രവർത്തകർ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ വോട്ടിനായി പണം ഒഴുക്കുന്നു എന്ന് കേട്ടിരുന്നു. ഇന്ന് നിങ്ങളുടെ ഒപ്പം വാഹനത്തിൽ വന്ന നിങ്ങളുടെ വിശ്വസ്ത പോലും നിങ്ങൾ പോകുന്ന വീടുകളിൽ പണം കൊടുക്കാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ താങ്കളുടെ മകന്റെ പ്രായമുള്ള കുട്ടിയോട് താങ്കൾ പറഞ്ഞത് മുഖമടിച്ചു പൊട്ടിക്കുമെന്നാണ് ശ്രീമതി ശോഭ താങ്കൾ പറഞ്ഞത്. പാലക്കാട് മതേതര മണ്ണാണ്. പണം കൊടുത്തു വാങ്ങാൻ പറ്റുന്നതല്ല പാലക്കാടിന്റെ ജനാധിപത്യ ബോധ്യവും മൂല്യവും. കയ്യിൽ കുറെ പണം ഉണ്ടെങ്കിൽ അത് ആളുകൾക്ക് കൊടുത്തോളൂ, പക്ഷെ അതുകൊണ്ട് അവരുടെ വോട്ട് വാങ്ങാമെന്ന് വിചാരിക്കേണ്ട. ഈ പണത്തിന് മേലെ പാലക്കാട് പറക്കും, പിഷാരടി ജയിക്കും, ഇത് പാലക്കാടിന്റെ ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ആ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അവസാന നിമിഷത്തിൽ അവസാന ലാപ്പിൽ എത്തി നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രൻ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി നിൽക്കുമ്പോൾ ഈ ഘട്ടത്തിൽ ശോഭ ഇത്തരത്തിലൊരു മണ്ടത്തരം കാണിക്കുമോ എന്നാണ് ചോദ്യം. പക്ഷേ ആ അമ്മയുടെ പ്രതികരണം വരുന്നുണ്ട്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാട് മണ്ഡലത്തിൽ BJP പ്രവർത്തകർ പണം വിതരണം ചെയ്തു എന്ന ആരോപണം പുതിയ വഴിത്തിരിവിലാണ് എത്തി നിൽക്കുന്നത്. കണ്ണാടി പഞ്ചായത്തിലെ തുരുവാങ്കുറിശ്ശി സ്വദേശിനി ദേവു എന്ന വയോധികയ്ക്ക് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പണം നൽകിയെന്ന കോൺഗ്രസ് ആരോപണം വയോധിക തന്നെ നിഷേധിച്ചിട്ടുണ്ട്. തന്റെ കയ്യിലുണ്ടായിരുന്നത് പെൻഷൻ തുകയായിരുന്നുവെന്നും BJP പ്രവർത്തകർ പണം നൽകിയിട്ടില്ലെന്നുമാണ് ദേവുവിന്റെ പുതിയ വെളിപ്പെടുത്തൽ. പാലക്കാട് BJP പ്രവർത്തകർ വോട്ടർമാർക്ക് പണം നൽകുന്നതായി ആരോപിച്ച കോൺഗ്രസ് പ്രവർത്തകർ പുറത്തുവിട്ട വീഡിയോ വലിയ ചർച്ചയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ കാറിലിരിക്കെ കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തക വയോധികയ്ക്ക് പണം നൽകിയെന്നായിരുന്നു കോൺഗ്രസിന്റെ വാദം. എന്നാൽ പണം നൽകിയെന്ന ദേവു നേരത്തെ പറഞ്ഞിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അവർ അത് നിഷേധിച്ചതോടുകൂടി വിവാദം സങ്കീർണമായിരിക്കുകയാണ്. വിശന്നിരുന്ന ചെന്നായി കൂട്ടങ്ങളുടെ മുന്നിൽ കിട്ടിയ ഒരു ഇറച്ചി കഷ്ടം പോലെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന മാധ്യമങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ ശോഭയെ വലിച്ചു കീറി പിച്ചു ചീന്താൻ കാണിച്ച മാധ്യമപ്രവർത്തകരുടെ ആവേശം. എല്ലാവരും കൂടെ വന്നു ചേർന്ന് നിന്ന് ഒരു വലിയൊരു അറ്റാക്ക് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ നേരെ നടത്തിയത്. എന്തായാലും മാധ്യമങ്ങളെ കണ്ട ശോഭാ സുരേന്ദ്രൻ കൃത്യമായി കാര്യങ്ങൾ പറയുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ എവിടെയൊക്കെയോ പറയാതെ പോയ ചില കാര്യങ്ങൾ പ്രശാന്ത് ശിവൻ അടക്കമുള്ളവർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ചോദിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ആയിട്ട് അതിന് മുൻപൊക്കെ ഞാൻ മരണ വീട്ടിലൊക്കെ പോയി അവിടുത്തെ വീഡിയോ ഇല്ല, ദൃശ്യങ്ങളൊന്നുമില്ല. ആ പർട്ടിക്കുലർ ആയിട്ട് ആ അമ്മയുടെ കയ്യിൽ ആ സ്ത്രീ എന്തോ വെച്ചു കൊടുക്കുന്നത് കണ്ടു. അതിനുശേഷം അവർ ഇറങ്ങി വരുന്നത് കണ്ടു. അവർ BJP പ്രവർത്തകയാണ് എന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങളുണ്ടോ? അവർ BJPയുടെ വാഹനത്തിൽ വന്ന് ഇറങ്ങുന്നതോ കയറുന്നതോ കാണുന്നുണ്ടോ? ഇല്ല. അല്ലാതെ ഇത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറിയാണ് അല്ലെങ്കിൽ ഫാബ്രിക്കേറ്റഡ് വീഡിയോ ആണെന്ന് പറയുന്നു. മാത്രമല്ല തന്നെ ചേസ് ചെയ്തുകൊണ്ട് കുറച്ച് നേരമായിട്ട് ചില കാറുകൾ വരുന്നതും പോകുന്നതും തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നും കഴിഞ്ഞ ദിവസം ഒരു യുവാവ് തന്നോട് വളരെ മോശമായി പെരുമാറിയ സാഹചര്യം കണ്ടു എന്നും ഒക്കെയാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും ആ അമ്മ പ്രതികരിച്ചിരിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ തന്ന പൈസയോ അല്ലെങ്കിൽ മറ്റാരും തന്ന പൈസയോ അല്ല, ഇതെന്റെ പെൻഷൻ പൈസയാണെന്നാണ് പറയുന്നത്. എന്തായാലും ആ അമ്മയുടെ പ്രതികരണം നമുക്ക് കേൾക്കാം. എന്നാൽ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രന്റെ ഈ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ 11-ാം തീയതി കഴിഞ്ഞതിന് ശേഷം സംസാരിക്കാൻ. മാത്രമല്ല മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകന് ഇതിൽ ഗൂഢാലോചനയുണ്ട്. അതുകൊണ്ട് മീഡിയ വണ്ണിലെ മാധ്യമ പ്രവർത്തകനെ പോലീസ് അത് തീർച്ചയായും ചോദ്യം ചെയ്യണം. മീഡിയ വണ്ണിന് എങ്ങനെ അത് തത്സമയം ലഭിച്ചു എന്ന ചോദ്യം അടക്കമുള്ളവ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുന്നുണ്ട്. ശോഭയെ കടന്നാക്രമിക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണാൻ സാധിച്ചത്. തീർച്ചയായും ശോഭാ സുരേന്ദ്രൻ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ ശോഭ ഇത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ശോഭാ സുരേന്ദ്രനുണ്ട്. ഇത് ശോഭാ സുരേന്ദ്രനെ എങ്ങനെ ഇത് ബാധിക്കും, വോട്ടിൽ ശോഭാ സുരേന്ദ്രനെ ബാധിക്കുമോ ഇല്ലയോ എന്നറിയില്ല. തീർച്ചയായിട്ടും 30,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് പറയുമ്പോൾ ഉള്ള ആത്മവിശ്വാസം ഇപ്പോഴും അവർ കാണിക്കുന്നുണ്ട്. തീർച്ചയായും നമുക്ക് 11-ാം തീയതി ഇലക്ഷന് ശേഷം നമുക്ക് സംസാരിക്കാം, നിങ്ങളോടൊപ്പം സംസാരിക്കാം എന്ന് ശോഭാ സുരേന്ദ്രൻ പറയാണ്. എന്തായാലും ശോഭയുടെയും അമ്മയുടെയും ഒക്കെ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം.
തന്നില്ല, ചോദിച്ചു. അത് പെൻഷന്റെ പൈസ ഉണ്ട്, എന്റെ അമ്മന്റെ പൈസ ഉണ്ട്, പെൻഷൻ അല്ല, പെൻഷൻ തന്ന പൈസയുണ്ട്. അമ്മയല്ലേ പറഞ്ഞ അല്ല, പെൻഷൻ തന്ന പണമുണ്ട് എന്റെ കയ്യിൽ. അല്ലാതെ അവരൊന്നും തന്നില്ലേ? അല്ല, 4000 ഉണ്ട്. അതല്ല ആ ശോഭാ ഇല്ല, തരാ പറഞ്ഞു. അവര് വന്നാ തരാ പറഞ്ഞു. അല്ല, ഒരു ചുരിദാറിട്ട് ഒരു സ്ത്രീ പൈസ കയ്യിൽ കയ്യിലെന്തോ തന്നില്ലേ? അതെന്താ വീഡിയോ വന്നിട്ടുണ്ടല്ലോ. ഒന്നും തന്നിട്ടില്ല. വീഡിയോയിലുള്ളതെന്താ? അത് അവര് കൈ കൊടുത്താണ്. കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുതും ഒക്കെ ചെയ്യും. തൊഴുതും ഒക്കെ ചെയ്യും. കാല് പൊട്ടു അത് നിക്കാൻ വയ്യ. തൊഴുതി ബാഗിൽ നിന്ന് തരുന്നത്, ഈ ബാഗിൽ നിന്ന് എടുത്ത് തരുന്നത് എന്താ? ഈ ബാഗിൽ നിന്ന് എടുത്ത് തന്നത് വേഗം തന്നില്ല. വേഗം തന്നില്ല. ഉള്ളിപ്പിക്കും. കുട്ടി വേഗം തന്നില്ല. ശരി, ഉള്ളിപ്പിക്കണം. വയ്യാണ്ട് കിടക്കണം തന്നെ. ശരി 5 മാസമായി കിടക്കണം. അപ്പൊ പൈസ കിട്ടിയില്ല? ഇല്ല. ശരി, അമ്മ പോ. അവരോട് അമ്മ പൈസ ചോദിച്ചു അല്ലേ? തരാ പറഞ്ഞു. ഇനി പറഞ്ഞു തരാ പറഞ്ഞു. പരാതി ഉയർന്നതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ലൈയിംഗ് സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. വയോധികയുടെ മൊഴിയും ദൃശ്യങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ സംഭവത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂവെന്ന് അധികൃതർ വ്യക്തമാക്കി. മരണവീട് സന്ദർശിക്കാനെത്തിയപ്പോഴാണ് ശോഭാ സുരേന്ദ്രനും സംഘവും തൊട്ടടുത്ത വീട്ടിലെ വയോധികയുമായി സംസാരിച്ചത്. ഈ സമയം പണം കൈമാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സ്ഥാനാർത്ഥി ക്ഷുഭിതയായി സംസാരിക്കുന്നതും ഫോൺ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതും വീഡിയോയിലുണ്ട്. സ്ഥാനാർത്ഥിയുടെ ഈ പെരുമാറ്റം ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. പാലക്കാട് നഗരസഭ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കളും സംഭവ സമയത്ത് സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പണം വിതരണം നടന്നിട്ടില്ല എന്നും വ്യക്തിപരമായ സന്ദർശനത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും BJP നേതൃത്വം പ്രതികരിച്ചു. വയോധികയുടെ വെളിപ്പെടുത്തൽ തങ്ങളുടെ വാദത്തിന് കരുത്തേകുന്നതാണ് എന്നും BJP അവകാശപ്പെടുന്നു. അതേസമയം വയോധികയെ സ്വാധീനിച്ചാണ് മൊഴി മാറ്റിയത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. പണം കൈപ്പറ്റിയ കാര്യം വയോധിക ആദ്യം സമ്മതിച്ചിരുന്നുവെന്നും പിന്നീട് ഭീഷണിക്ക് വഴങ്ങിയാണ് പെൻഷൻ തുകയാണ് എന്ന് പറയുന്നത് എന്നും കോൺഗ്രസ് പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള BJPയുടെ സംഘടിത നീക്കമാണെന്ന് കോൺഗ്രസ് പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അന്വേഷണം ശോഭയ്ക്കെതിരെയും നടക്കും. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഓരോ വോട്ടും നിർണായകമാണ്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന നിലപാട് ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിത്വത്തെ പോലും ബാധിക്കാൻ സാധ്യത ഏറെയാണ്. പണം നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന് തെളിഞ്ഞാൽ പെരുമാറ്റച്ചട്ട ലംഘനത്തിന് കേസെടുക്കാൻ കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകും. ഇത് തെരഞ്ഞെടുപ്പിന് ശേഷം നിയമ നടപടികളിലേക്ക് നീങ്ങാനും സാധ്യത ഏറെയാണ്. അങ്ങനെയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇങ്ങനൊരു മണ്ടത്തരം അവസാന ലാപ്പിൽ ചെയ്യുമോ? ഒരിക്കലുമില്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. പക്ഷേ ശോഭ ഈ തെരഞ്ഞെടുപ്പെല്ലാം മറന്ന് ആ അമ്മയുടെ വേദന കണ്ട് ഒരുപക്ഷെ ഇനി സഹായിച്ചതാണോ എന്നറിയില്ല. ഏതായാലും മാധ്യമപ്പട ആ അമ്മയുടെ പിന്നാലെ തന്നെ തടിച്ചുകൂടിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഏതാണ് പറയേണ്ടത് എന്നുള്ളൊരു വെപ്രാളോ വേവലാതി നമുക്കതിൽ കാണാം. എന്തായാലും എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ശോഭാ സുരേന്ദ്രനെ അവസാന ലാപ്പിൽ ഇത്തരം ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?